കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത് സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തു. എന്തു ചെയ്തു? ആഞ്ഞു മാറി അങ്ങ് വളി വിട്ടു. ഇത് നിനക്കുള്ള അവസാന മറുപടിയാണ് ചാണകം തിനി. അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വ്യക്തമായി പറഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള വാർത്തയാ ഞാനിവിടെ കൊടുക്കുന്നത്. എടാ മരമോയന്റെ ആ പത്രക്കെട്ടിന്റെ അവസാന വരി വായിച്ചു നോക്കാൻ ലേശം തലയിൽ മൂളയില്ലാത്ത നിന്നോട് എന്ത് പറയാനാണ് ഞാൻ? ഹിന്ദുസ്ഥാൻ എക്സ്പ്രസിന്റെ പത്രക്കെട്ടിൽ വന്ന വാർത്ത നീ കണ്ടില്ലടാ മരമൊണ്ണെ. അത് കൃത്യമായിട്ടൊന്ന് വായിച്ചതിന് ശേഷം മാറി അങ്ങോട്ട് നിന്നിട്ട് നിന്റെ കടി അങ്ങോട്ട് മാറ്റിക്കും. പത്തി മടക്കി മാളത്തിൽ ഒളിച്ചിരുന്ന വിഷപ്പാമ്പുകളൊക്കെ പത്തി പൊക്കി വിഷം ചീറ്റാൻ തുടങ്ങി. കാരണം ഒരു തലയെക്കെട്ടുകാരനാണ് നിമിഷപ്രിയയെ സഹായിക്കാൻ കാരണമായി. ഇനി നിന്നോട് പറയാനുള്ളത് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യും, എല്ലാം നിന്റെ ആൾക്കാർ തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വിശ്വസിച്ചു. കാരണം ഞങ്ങൾ അസ്വസ്ഥരാണ്. ഏതാ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ, ആ ഒരു മണിക്കൂറത്തേക്ക് ഒരു ജീവൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മതം നോക്കിയിട്ടല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കും നിന്റെ കൂട്ടർക്കും ഇല്ല. കാരണം തലക്കകത്ത് ചാണകമല്ല. ഹായ് ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ സിയാഫുറു പറയുന്ന കേട്ടില്ലേ? അതാണ് പ്രശ്നം. എന്തെന്നാ അവൻ്റെ പേര്? ഫസൽ പൂരാട്ട. ഓനിക്ക് മാനസിക രോഗിയാണ്. ചൈനയിൽ കെട്ടിയിടണം, എന്നെങ്കിൽ ശരിയാവും. അചങ്ങയ്ക്ക് പ്രാന്താണ്, തലക്ക് ശരിയില്ല. എന്നും രാവിലെ അനുസരിച്ച് ചാണകം മൂത്രം കുടിക്കുന്ന ആളാണ്. ഇപ്പൊ ചങ്ങലയിൽ ഇട്ടിട്ട് കെട്ടാൻ മറക്കരുത്. തീരെ സുഖമില്ലാത്തവനാണ്. ഫസലല്ല പുസിലി.